ഞാൻ ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഇന്ന് ഹൃദയത്തിൽ തട്ടിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണൂ. ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു സലീം കുമാർ. നമ്മൾ ഈ സീനുകളൊന്നും കാണാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ സീനുകളൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ പോകുന്ന സീനുകളാണ്. നമ്മൾ ടി വി വെച്ചാൽ, മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഓൺ ആക്കി കഴിഞ്ഞാൽ, ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ട്രോളുകളിൽ കാണുന്ന സീനുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടുപോയത്. അത് മാത്രമല്ല, നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടല്ലോ, നമ്മൾ ഓരോ ദിവസവും സംസാരിക്കുമ്പോൾ സലീം കുമാർ സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗെങ്കിലും വരും. ഇപ്പോൾ ഒരാൾ നമ്മളോട് താങ്ക് യു പറഞ്ഞാൽ നന്ദി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ചോദിക്കും. അതല്ല, ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ 2 പഴം കൂടെ കുത്തിക്കയറ്റിക്കൂടെ എന്ന് നമ്മൾ ചോദിക്കും. ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോയ ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് പോയ ആ ഒരു ജനറേഷൻ്റെ ഭാഗമായിരുന്നു സലീം കുമാർ. നമ്മുടെ കുട്ടിക്കാലം ഏറ്റവും മനോഹരമാക്കിയത് ഈ സലീം കുമാറും മരിശ്രീ അശോകനും കൊച്ചിൻ ഹനീഫയും ദിലീപും ഈ ഒരു കോമ്പിനേഷനൊക്കെയാണ് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ. നമ്മൾ ഈ പറയുന്ന പോലെ സൂര്യ ടി വിയിലോ ഏഷ്യാനിലോ ഒക്കെ ഒരു സിനിമ വരുമ്പോൾ ഓടിപ്പോയി കാണുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമാണ് ഇപ്പോൾ ഈ സലീം കുമാറിലൂടെ പോകുമ്പോൾ. ദിലീപിനാണെങ്കിൽ പോലും ഇനി ഒരു കൂട്ടുകെട്ട്, അങ്ങനത്തെ കൂട്ടുകെട്ട് നമുക്കിനി സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. കാരണം അത്ര നല്ല ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഒരു നടൻ. അത് മാത്രമല്ല, സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങൾ പോലും തമാശയോടെ എടുത്ത ഒരു മനുഷ്യനാണ് സലീം കുമാർ. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കും. ഈ വീഡിയോ ഒന്ന് കാണാം. സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം മരിക്കപ്പെട്ട ഒരു മലയാളി വേറെ ഇല്ല. എത്ര പ്രാവശ്യം എന്നെ കൊന്നത്? ആ കൊന്നിട്ട് എന്നെ വിളിക്കണ് മരിച്ചാന്ന് ചോദിക്കാനായിട്ട്. അത് എനിക്കല്ല, എനിക്ക് ചിരിയാണ് വന്നത്. എന്റെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നേ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുറച്ചു ദിവസം അവർക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. 16 മറ്റേ സഞ്ജയനോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ലീവ് എടുക്കായിരുന്നു. പക്ഷെ അവര് നിരാശപ്പെട്ടു പോയി. സലീം കുമാർ മരിച്ച അവധി കിട്ടുമെന്നൊക്കെ ഞങ്ങളുടെ ഓഫീസിലൊക്കെ വിളിച്ചു ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പലതവണ സോഷ്യൽ മീഡിയയിൽ മരിച്ചത് കാരണം മരണവും മടുക്കേണ്ടതല്ലേ? കുറെ തവണ മരിച്ചില്ലേ? ഈ സലീം കുമാറിന് കരൾ രോഗം വന്ന ശേഷം, ലിവറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്ന ശേഷം സ്ഥിരമായിട്ട് ഒരു സമയത്ത് ഇയാൾ മരിച്ചു എന്നുള്ള രീതിയിൽ സലീം കുമാർ നിര്യാതനായി എന്ന് പറഞ്ഞ് പോസ്റ്റേഴ്സൊക്കെ സലീം കുമാർ വിട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റേഴ്സൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം വരാറുള്ള ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ആരെങ്കിലും സ്വയം മരിച്ചു എന്ന് പറയുന്ന വാർത്ത വരുന്നത് കാണാൻ ഇഷ്ടപ്പെടുമോ? ആർക്കെങ്കിലും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിനെപ്പറ്റി ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അതിനെ അയാൾ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. സ്വന്തം ജീവിതത്തിലും സിനിമയിലെ നർമ്മം അതേപടി ചാലിച്ച ഒരാളായിരുന്നു. അല്ലെങ്കിൽ അതേപോലെ തന്നെ ആളുകളെ ചിരിപ്പിക്കാൻ, ആളുകളെ എന്ത് കാര്യം വന്നാലും തമാശയോടെ എടുക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ സ്വന്തം ജീവിതത്തിൽ പാലിച്ച ഒരു മനുഷ്യനും കൂടിയായിരുന്നു സലീം കുമാർ. എന്നാലും സലീം കുമാർ ചെയ്ത സിനിമകൾ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കണം. കല്യാണരാമനിൽ കണ്ട, പഞ്ചാബി ഹൗസിൽ കണ്ട, അങ്ങനത്തെ സിനിമകളിലൊക്കെ കണ്ട അതേ സലീം കുമാറാണ് അച്ഛനുറങ്ങാത്ത വീടുകളിലും ചെയ്തിരിക്കുന്നത്. ദേശീയ അവാർഡ് വിജയിച്ച ഒരാളാണ്. അതുമാത്രമല്ല, സലീം കുമാർ ഒരു കാലത്തും തൻ്റെ നിലപാടുകൾ പറയാൻ പേടിച്ചിട്ടിരുന്നില്ല. അല്ലെങ്കിൽ ഈ സിനിമാ ലോകത്തൊക്കെ ഭൂരിഭാഗം പേരും ഇടതുപക്ഷക്കാരായിരിക്കണം, അല്ലെങ്കിൽ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ അനുഭാവമുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന പോലെ ഇടതുപക്ഷ ചായ കൊണ്ടായിരിക്കണം, നിങ്ങളൊരു കലാകാരനായി അംഗീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇടതുപക്ഷമായിരിക്കണം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവം പുലർത്തണം എന്നൊക്കെ പറയുന്ന സമൂഹത്തിൽ ഇന്നിപ്പം കുറേ ബെറ്റർ ആയിട്ടുണ്ട്. എന്നാൽ പോലും പണ്ടത് തിരിച്ചും ഭയങ്കരമായിട്ട് നിലനിന്നൊരു കാര്യമുണ്ട്. അതായത് കോൺഗ്രസ് അനുഭാവമോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല നിലപാടുകളോ ഒന്നും സിനിമാടന്മാർ പറയാത്ത ഒരു കാലത്തും പോലും രാഷ്ട്രീയം പറയാനായിട്ട് മടിക്കാത്ത ഒരാളായിരുന്നു സലീം കുമാർ. ഞാൻ നിങ്ങളൊരു വീഡിയോ എൻ്റെ മനസ്സിൽ തട്ടിയ മറ്റൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അതുകൂടെ ഒന്ന് കാണും, ചെറിയ വീഡിയോ. കലാകാരന്മാരുടെ ഇടയിൽ സധൈര്യത്തോടു കൂടി ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പല വേദികളിലും അങ്ങ് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിലൊരു അഭിമാനം കൊള്ളുന്ന ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് ഇപ്പോഴും അഭിമാനമുണ്ട് അതിനകത്ത്. അന്ന് പറയുമ്പോഴും അഭിമാനമുണ്ട് കോൺഗ്രസ്സുകാരനാണെന്ന്. പണ്ടൊരു കാര്യമുണ്ട്, കലാകാരൻ ആണെങ്കിൽ ഇടതുപക്ഷമാവണം ഒരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആവൂലെന്നുള്ളത്. പക്ഷെ ആ സമയത്താണ് ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയണം. എനിക്ക് അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഉണ്ട്.
കണ്ടില്ലേ, പൊതുവെ സിനിമാക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ, ഭരണ പാർട്ടിയെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവാർഡുകൾ നഷ്ടമാകുമോ എന്നുള്ള, അവസരങ്ങൾ നഷ്ടമാകുമോ എന്നുള്ള, ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടും. അത് സർക്കാരിൻ്റെ പരസ്യങ്ങളാകാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ അവാർഡുകളാകാം. കാരണം ഈ അവാർഡുകളൊക്കെ നിർണ്ണയിക്കുന്ന ആരാ? ഭരിക്കുന്ന പാർട്ടികളാണല്ലോ. അതിപ്പോൾ സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും ഒക്കെ അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈ കൺസിഡറേഷൻ കിട്ടാറുണ്ട്. അവാർഡുകൾ മെറിറ്റാണ് എന്ന് പറഞ്ഞാലും ഇതൊരു ഫാക്റ്റാണ്. ഇങ്ങനെ ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അതിൻ്റെ കൺസിഡറേഷൻ കിട്ടും. ആ ഒരു കൺസിഡറേഷനെയൊക്കെ പേടിക്കാതെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടമാകുമോ എന്ന് പേടിക്കാതെ, അത്തരത്തിലൊരു ഭീരുവാകാതെ തൻ്റെ നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം പറയാൻ പേടിയില്ലാതിരുന്ന ഒരാളാണ് ഈ സലീം കുമാർ. മരിക്കുന്നിടം വരെ എൻ്റെ അഭിപ്രായത്തിൽ സലീം കുമാർ അവസാനം അറ്റൻഡ് ചെയ്ത പ്രോഗ്രാം നിങ്ങളൊന്ന് കാണണം. എൻ്റെ അറിവിൽ സലീം കുമാർ അവസാനം അറ്റൻഡ് ചെയ്ത് പറവൂർ പൗരാവലി വി.ഡി. സതീശന് കൊടുത്ത സ്വീകരണം. അതിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു, വി.ഡി. സതീശൻ ഉണ്ടായിരുന്നു, ഭൂരിഭാഗം മന്ത്രിമാരുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ തൻ്റെ ഒടുവിലത്തെ പ്രസംഗവും മടങ്ങി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് മോഹൻലാലിൻ്റെ തൊട്ടിപ്പുറത്തെ സീറ്റിലിരുന്നിട്ടാണ് ആ മനുഷ്യൻ തൻ്റെ അവസാന പൊതുപരിപാടി അറ്റൻഡ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ കോൺഗ്രസ് പാർട്ടി വന്ന് ഭരിക്കണമെന്നൊക്കെ അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അവസാന കാലഘട്ടത്തിൽ പോലും അയാൾ ഓടി നടന്ന് പ്രചരണമൊക്കെ നടത്താൻ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിന്ന് അരിതാ ബാബു എന്ന് പറയുന്ന പണ്ട് കായംകുളത്ത് കഴിഞ്ഞ വട്ടം മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അവരുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കാണുവാനായിട്ട് ആ പോസ്റ്റിൽ അവർ പറയുന്നത്, അവർ മത്സരിക്കുകയാണ് എന്നറിയുമ്പോൾ അവരെ ഹൈബീഡൻ വിളിച്ചിട്ട് പറയുന്നു, സലീം കുമാർ സാറിനൊന്ന് കാണണം, സലീം കുമാർ സാർ നിങ്ങൾ മത്സരിക്കുമെന്ന് നിങ്ങൾക്ക് കെട്ടിവെക്കാനുള്ള കാശ് തരുമെന്നൊക്കെ. പുള്ളിക്കിപ്പം ഏറ്റവും കൂടിയ ഏതെങ്കിലും ക്യാൻഡിഡേറ്റ്സിന് പോയിട്ട് പൈസ കൊടുത്താൽ മതി. പക്ഷേ ഒരു അന്ന് ഈ പശു വളർത്തലുമൊക്കെ ആയി നിൽക്കുന്ന ഒരു ക്യാൻഡിഡേറ്റ് എന്നുള്ള നിലയിലാണ് അരിതാ ബാബുവിനെ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ അരിതാ ബാബുവിൻ്റെ അടുത്തോട്ട് പോകാനും അവർക്കൊരു പൈസ കൊടുക്കാനും ഒക്കെ തയ്യാറായി, അല്ലെങ്കിൽ കെട്ടിവെക്കാനുള്ള കാശ് കൊടുക്കാൻ തയ്യാറായി എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങളോട് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു നടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പി ജയരാജനെയും കെ സുധാകരനെയും ഒരേ വേദിയിൽ കൊണ്ടയിരുത്താൻ സാധിച്ചിട്ടുള്ള ആളാണ് സലീം കുമാർ. അതായത് മറ്റു പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഈ പറയുന്ന പി ജയരാജനും സുധാകരനും എന്ന് പറഞ്ഞാൽ അവർ ബദ്ധവൈരികളാണ്. അവരെ ഒരുമിച്ചൊരു വേദിയിൽ കൊണ്ടിരുത്തുന്നു. അങ്ങനെ സുധാകരൻ പറഞ്ഞത് സലീം കുമാർ വിളിച്ച പരിപാടിയായതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞാണ് സുധാകരൻ ആ പരിപാടി വന്ന് അറ്റൻഡ് ചെയ്തത് എന്നൊക്കെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു വീഡിയോയും കൂടെ നിങ്ങളെ കാണിക്കാം. ഈ നടൻ്റെ തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതും. ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണാം. മിനിയാന്ന് കൂടെ വിളിച്ചേയില്ലു. നമ്മളിപ്പോൾ രാഷ്ട്രീയം സംസാരിക്കുന്നത് സലീമാട്ടം ഭയങ്കര രാഷ്ട്രീയ ബോധമില്ലാതെ. അപ്പോൾ ഇതിനിടയ്ക്ക് 2 ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ മൂപ്പരോട് കോൺഗ്രസ്. പക്ഷേ അപ്പോൾ സലീമാട്ടൻ്റെ മോൻ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇനിയും അച്ഛന് തർക്കിക്കാൻ ആളില്ലല്ലോ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് കിടക്കും. കാരണം അപ്പോൾ നമ്മളിങ്ങനെ രാഷ്ട്രീയവും എല്ലാം പറയാം. സലീമാട്ടൻ ഭയങ്കര ആത്മാർത്ഥത്തിലൊരു മനുഷ്യനായിരുന്നു. അതായത് സ്നേഹസമ്പന്നനായ, എന്താ പറയണ്ടത്, എല്ലാവരോടും ഒരുപോലെ. പക്ഷെ സലീമാട്ടൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാവരോടും തുറന്നു പറയുന്ന ഒരാളാണ്. മറ്റു പാർട്ടിക്കാരുമായിട്ടും സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൗഹൃദമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. എന്തായാലും സലീം കുമാറിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും മലയാളി സാംസ്കാരിക ലോകത്തിനും മലയാള സമൂഹത്തിനും മലയാള ജനതയ്ക്കും കേരള ജനതയ്ക്കും വല്ലാത്ത ഒരു നഷ്ടം തന്നെയാണ്.